ഹായ് ഓൾ, ഇന്ന് ഹ്യൂമൻ മെറ്റാനിമോ വൈറസ് ഇൻഫെക്ഷനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ചൈനയിൽ ഹ്യൂമൻ മെറ്റാനിമോ വൈറസ് ഇൻഫെക്ഷൻ ഔട്ട്ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് ന്യൂസിലെല്ലാം ഭയങ്കര ട്രെൻഡിങ് ആണ്. സോ എനിക്ക് പറയാനുള്ളത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ സാധാരണ കാണപ്പെടുന്ന വൈറൽ ഇൻഫെക്ഷൻസ് പെട്ട ഒന്നാണ് ഹ്യൂമൻ മെറ്റാനിമോ വൈറസ് ഇൻഫെക്ഷൻ. റെസ്പിറേറ്ററി സിൻസിയേഷൻ വൈറസ് 6 മാസം താഴെയുള്ള കുട്ടികളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നു. 6 മാസത്തിന് 1 വയസ്സിനും ഇടയ്ക്ക് ഹ്യൂമൻ മെറ്റാനിമോ വൈറസ് ഇൻഫെക്ഷനാണ് കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത്. ഇത് സാധാരണ ഫ്ലൂ ലൈക്ക് സിംറ്റംസ് ആണ് ഉണ്ടാക്കാറുള്ളത്. ജലദോഷം, തുമ്മൽ, തൊണ്ടവേദന, പിന്നെ കുറച്ച് കടുക്കുകയാണെങ്കിൽ ബ്രോങ്കൈറ്റിസ്, ബ്രോങ്കിലൈറ്റിസ്, ന്യൂമോണിയ അങ്ങനെയൊക്കെ അവസ്ഥയിലേക്ക് പോകാറുണ്ട്. ശ്രദ്ധിക്കേണ്ടത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരുന്ന സമയത്തും അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആസ്മ, COPD തുടങ്ങിയ അവസ്ഥകളിൽ അഡോപ്റ്റ് ചെയ്യും. ഇത് 2001 ഐഡന്റിഫൈ ചെയ്യപ്പെട്ട വൈറസാണ്. നമ്മുടെ സിക്കായിട്ടുള്ള പേഷ്യൻസിനാണ് യൂഷ്വലി നേസോഫാരിഞ്ചൽ സ്വാബിൽ തോക്സൊക്കെ ചെക്ക് ചെയ്യാറ്. അങ്ങനെ ചെക്ക് ചെയ്യുന്ന പാരൻസിന് യൂഷ്വലി ഹ്യൂമൻ മെറ്റാനിമോ വൈറസ് കണ്ടുവരുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഉള്ള വൈറൽ ഔട്ട്ബ്രേക്ക് എന്ന് പറയുന്നത് ചൈനയിൽ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ബ്രേക്ക് ആണ്. അതിനെക്കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു പുതിയ സ്ട്രെയിൻ അല്ല. ഇറ്റ് ഇസ് നോട്ട് എ നോവൽ വൈറസ്, അൺലൈക്ക് കൊറോണ വൈറസ്. സോ കൊറോണയുടെ പേര് നമ്മുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടായിരിക്കാം നമ്മളിങ്ങനെ പാനിക് ആവുന്നത്. അതിന്റെ ആവശ്യമില്ല. ഇത് സാധാരണ ഗതിയിൽ കാണപ്പെടുന്ന ഒരു വൈറസ് തന്നെയാണ്. 5 വയസ്സിനിടയ്ക്ക് എല്ലാ കുട്ടികൾക്കും വന്നു പോകുന്ന ഇൻഫെക്ഷൻ ആണെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആർക്കെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. മാസ്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഹാൻഡ് വാഷിംഗ് പ്രോപ്പറായിട്ട് ചെയ്യുക, ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്യുക, അതുപോലെ യൂട്ടൻസിൽസ് ഒക്കെ ഷെയർ ചെയ്യാതിരിക്കുക തുടങ്ങിയ. ഡോണ്ട് വറി, സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. ബൈ.